ഇതേപോലെ സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ള ഭക്തജനങ്ങൾ ഒട്ടനേകമാണ്, ആയിരക്കണക്കിനാണ്. നിങ്ങളും ആ കൂട്ടത്തിലുണ്ട് എങ്കിൽ ആ വിവരവും താഴെ എഴുതാട്ടോ. എത്ര ഭക്തജനങ്ങൾക്ക് അതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാലോ. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 158. നീ ആരെ ഉദ്ദേശിച്ച് ദ്രോഹം ചെയ്യുന്നുവോ അത് നിന്റെ നാശത്തിനാണ്. ഹരേ കൃഷ്ണ. നമസ്കാരം. കണ്ണനെ സ്നേഹിക്കുന്ന ഓരോ ഭക്തജനങ്ങളും ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്വപ്നം കാണാറുണ്ടാവും അല്ലെ? പലപ്പോഴായും പല രൂപഭാവത്തിലായിരിക്കും നാം കാണുക. അത്തരത്തിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്, ഏതെല്ലാം വഴിപാടുകളാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം പറയുവാൻ പോകുന്നത്. പലപ്പോഴായും ഉറക്കത്തെക്കുറിച്ചും അതേപോലെ തന്നെ സ്വപ്ന ദർശനത്തെക്കുറിച്ചും ഒക്കെ വീഡിയോകൾ നാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് വളരെ ലളിതമായിട്ടായിരിക്കും ഇന്നത്തെ ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും മുഴുവനായി തന്നെ കാണുക കേട്ടോ. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾ എല്ലാ വീഡിയോകളും നമ്മളിടുന്ന് കാണുന്നുണ്ടല്ലോ അതേപോലെ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന നിലയിൽ പലപ്പോഴായിട്ട് നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയെ, പ്രത്യേകാൽ ശ്രീകൃഷ്ണ ഭഗവാനെ, ഗുരുവായൂരപ്പനെ സ്വപ്ന ദർശനത്തിൽ കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളൂ കേട്ടോ. ഭഗവാൻ നമ്മുടെ മനസ്സ് കൊണ്ടുപോയിരിക്കുകയാണ്. എത്രയെല്ലാം വിഷമഘട്ടത്തിലാണ് എങ്കിലും സന്തോഷത്തിലാണ് എങ്കിലും ഭഗവാൻ നമ്മുടെ മനസ്സിൽ നിറയെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ എപ്പോഴും കണ്ണനെ സ്വപ്നം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ മനസ്സ് കണ്ണൻ കൊണ്ടുപോയി. ഇനി ശരീരം എന്താണ് ചെയ്യേണ്ടത്? ശരീരം അവിടത്തേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഏറ്റവും ലളിതമായിട്ട് പറയാച്ചാൽ, നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ണനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് എങ്കിൽ അത് ഏത് രൂപത്തിലായിക്കൊള്ളട്ടെ, ഭാവത്തിലായിക്കൊള്ളട്ടെ, ഉടനെ തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്നാണ് പറഞ്ഞത്. ശരീരം അവിടത്തേക്ക് സമർപ്പിച്ചു കൊള്ളുക. ഇപ്പോൾ ശംഖ് ചക്ര ഗദാ പത്മധാരിയായിട്ടുള്ള ഗുരുവായൂരപ്പനെയാണ് നാം സ്വപ്നം കാണുന്നത് എങ്കിൽ തീർച്ചയായും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക. വെറുതെ ദർശനം നടത്തിയാൽ പോരാ, സ്വപ്നവേളയിൽ നിങ്ങൾ എന്താണ് കണ്ടത്, ഏതെങ്കിലും ഒരു കഥാരൂപത്തിലൊക്കെ ആയിരിക്കും നാം സ്വപ്ന ദർശനം കാണുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അതേപോലെ തന്നെ പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളുക കേട്ടോ. കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകൾ സമർപ്പിക്കാം, പൂജകൾ ചെയ്യാം. വഴിപാടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വില കൂടിയ വഴിപാടുകളൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. കദളിപ്പഴം, നെയ്യ്, വെണ്ണ, പഞ്ചസാര, കളഭം മുതലായ ഏറ്റവും വില കുറഞ്ഞ, റേറ്റ് കുറഞ്ഞ വഴിപാട് സാമഗ്രികൾ അവിടെ ഉണ്ടാകും. വഴിപാട് കൗണ്ടറിൽ ചോദിച്ചാൽ മതി, അത് സമർപ്പിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുക, അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്. പിന്നെ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സ്വപ്നമൊക്കെ സ്ഥിരമായിട്ട് കണ്ട് നാം ക്ഷേത്ര ദർശനം നടത്തണമെന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ പോകുമ്പോൾ മിക്ക ഭക്തജനങ്ങളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിൽ നിന്നും പല വസ്തുക്കളും നാം ഭഗവാന് കാഴ്ചവെക്കുവാനായിട്ട് കൊണ്ടുവരുന്നത്. അത് വളരെ നല്ല കാര്യമാണ്, ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ അതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. പെട്ടെന്ന് കേടായി പോകുന്ന വസ്തുക്കൾ, അവല്, പഴം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിവതും നേരത്തെ ചെയ്യുവാനായി ശ്രമിക്കുക. കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന വസ്തുക്കൾ പെട്ടെന്ന് കേടായി പോകുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പയറി ആവുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനടി അറിയിക്കുക. ഇങ്ങനെയുള്ള വസ്തുക്കളാണ് ഞാൻ കാണിക്ക സമർപ്പിക്കുന്നത്, ആയതിനാൽ പെട്ടെന്ന് തന്നെ അത് പഴകി പോകാതെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് അവരെ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് മറ്റുള്ള ഭക്തജനങ്ങൾക്ക് നിവേദ്യമായിട്ടൊക്കെ കൊടുക്കുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
അവല്, വെണ്ണ അങ്ങനെയുള്ള വസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ അത് നൈവേദ്യമായിട്ട് മറ്റുള്ള ഭക്തജനങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാൽ അല്ലെങ്കിൽ പോലും നമ്മളിൽ നിന്നാണല്ലോ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ആ കാര്യം ഒന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഇനി പറയുവാനുള്ള മൂന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു തവണ വളരെ വ്യക്തമായി ഭഗവാനെ നാം സ്വപ്നത്തിൽ കണ്ടു എന്നിരിക്കട്ടെ. അന്ന് വൈകിട്ടത്തെ പ്രാർത്ഥനാ വേളയിൽ അല്ലെങ്കിൽ ധ്യാന സമയത്ത് തീർച്ചയായും ഈ കാര്യം ഭഗവാനോട് നിങ്ങൾ ഉന്നയിക്കണം. കണ്ണാ, ഞാൻ അങ്ങയെ സ്വപ്ന ദർശനത്തിൽ കണ്ടു. എന്താണ് ഇതിൻ്റെ സൂചന അല്ലെങ്കിൽ ലക്ഷണം? എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണിച്ചു തരൂ എന്ന രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക. വീണ്ടും വീണ്ടും നിങ്ങൾ അത് കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ക്ഷേത്രയാത്ര അനിവാര്യമാണെന്ന് ഉറപ്പിച്ചു കൊള്ളുക. മറ്റൊരു കാര്യം, സ്ഥിരമായി കാണുന്ന ആ സ്വപ്ന ദർശനത്തിൽ നിങ്ങളുടെയും ഭഗവാന്റെയും കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ്. നമ്മുടെ മക്കളെയാണോ, മാതാപിതാക്കളെയാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും ആ സ്വപ്ന ദർശനത്തിൽ വരുന്നുണ്ടോ എന്നും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ബന്ധുമിത്രാദികളെ കാണുന്നുണ്ട് എങ്കിൽ ആരെയാണോ ആ സ്വപ്ന ദർശനത്തിൽ കണ്ടിട്ടുള്ളത് തീർച്ചയായും അവരെയും കൂടി ക്ഷേത്ര യാത്രയിൽ, ക്ഷേത്ര ദർശന വേളയിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ല കാര്യമാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള സ്വപ്ന ദർശനം കണ്ടതിന് ശേഷമുള്ള ക്ഷേത്രയാത്ര അത് തികച്ചും ഒറ്റയ്ക്കായിരിക്കണം എന്നൊരു വെപ്പുണ്ട്, അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നമ്മുടെ ആ സ്വപ്ന ദർശനത്തിൽ കൂടെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെയും കൂട്ടുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും. കാരണം നിങ്ങളുടെ കൂടെ ഭഗവാൻ അവരെയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സൂചന അല്ലെങ്കിൽ ലക്ഷണം. ആയതിനാൽ ആ ഒരു കാര്യം കൂടി ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക, ഓർത്തു കൊള്ളുക. അപ്പോൾ സ്വപ്ന ദർശനവുമായി ബന്ധപ്പെട്ട ഭഗവാൻ നൽകുന്ന സൂചനയും ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ വീഡിയോ വിഷയം നിങ്ങൾക്ക് അത്രമേൽ ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മടിക്കരുത്. ഇതേപോലെ സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ള ഭക്തജനങ്ങൾ ഒട്ടനേകമാണ്, ആയിരക്കണക്കിനാണ്. നിങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ ആ വിവരവും താഴെ എഴുതുക കേട്ടോ. എത്ര ഭക്തജനങ്ങൾക്ക് അതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാലോ. എന്തായാലും അതിനൊരു മടിയും കാണിക്കേണ്ടതില്ല. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയും ഒരു ഏട്ടൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമധേയം ബാലകൃഷ്ണൻ എന്നാണ്. സ്വദേശം അമ്പലപ്പുഴ. ഏത് ആഗ്രഹം പ്രതിയാണോ ബാലകൃഷ്ണൻ അങ്കിളിൻ്റെ കുടുംബവും ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത്, അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ അങ്കിളിനും അങ്കിളിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. ശരി, അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണ ജയന്തി അടുത്തു വരികയാണ്. എല്ലാവരും കഴിവതും ഭഗവാന് സമർപ്പിക്കുവാൻ നാമങ്ങൾ എഴുതുക. നാമങ്ങൾ എഴുതി ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭഗവാന് സമർപ്പിക്കുന്നത് അത്രമേൽ ഉത്തമമാണ് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.